അസ്സലാമു അലൈക്കും. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലയെന്ന് ദുനിയാവിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്ന 9 അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ അടയാളം എന്തെന്ന് വെച്ചാൽ കാമിലായ ഈമാനാണ്. വിശ്വാസത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത മനുഷ്യൻ. അയാൾ സ്വർഗത്തിൽ പോകുമെന്ന് യാതൊരു സംശയവുമില്ല. ഈമാനോടുകൂടി ആയിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലാണ്. രണ്ടാമത്തെ അടയാളം എന്തെന്നാൽ ഫർദ് നിസ്കാരത്തിലുള്ള സൂക്ഷ്മതയാണ്. നിങ്ങൾ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരാണോ? നിങ്ങൾ സ്വർഗത്തിലാണ്. ഖളാ വീട്ടാൻ ധൃതി കാണിക്കുന്നവർ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുണ്ടോ? അവർ സ്വർഗത്തിലാണ്. അള്ളാഹു അവന് സംരക്ഷണം നൽകും. മൂന്നാമത്തെ അടയാളം എന്തെന്നാൽ തൗബയാണ്. എപ്പോഴെങ്കിലും തെറ്റ് ചെയ്ത് സംഭവിച്ചു പോയാൽ അതിൽ തൗബ ചെയ്യുന്ന മനുഷ്യനാണ്. നിങ്ങൾ വിജയിച്ചവരാണ്. ഏതെങ്കിലും തെറ്റ് ചെയ്താൽ തൗബ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ്. നാലാമത്തെ അടയാളം എന്തെന്നാൽ ജനങ്ങളോട് സത്യസന്ധതയോടുകൂടി സൽസ്വഭാവത്തോടുകൂടി പെരുമാറുന്ന ആൾക്കാർ. അവനും സ്വർഗത്തിലാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾ നാളെ സ്വർഗത്തിൽ പോകുന്ന ആളാണ്. ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ, ജനങ്ങളോട് കാരുണ്യം കാണിക്കുന്നവൻ. പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, പെൺകുട്ടികളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ സ്വർഗത്തിലാണ്. അഞ്ചാമത്തെ അടയാളം എന്തെന്നാൽ പാപങ്ങളോടുള്ള ഭയം. ഹറാം നടക്കുന്ന സ്ഥലത്ത് പോകാൻ ഭയം. അവൻ സ്വർഗത്തിലാണ്. ഒരു ചെറിയ പാപം പോലും ഭയക്കുന്നവൻ. അള്ളാഹുവിനെ ഭയന്ന് നടക്കുന്നവൻ. ആറാമത്തെ അടയാളം എന്തെന്നാൽ ഖുർആനിനെ നിത്യമാക്കിയവൻ. ഖുർആൻ പാരായണം ചെയ്യുന്നവൻ സ്വർഗത്തിലാണ്. പാരത്രിക ലോകത്ത് ഖുർആൻ സഹായിയാണ്. ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന മനോഹരമായ ഗ്രന്ഥമാണ് ഖുർആൻ. ഏഴാമത്തെ അടയാളം എന്തെന്നാൽ പ്രായമായ ആൾക്കാർ ആരാധനകളോട് പ്രിയം കൂടി വരുന്നവർ. വാർദ്ധക്യ സമയത്ത് ആരാധനയോട് പ്രിയം വരുന്നവർ. അവർ സ്വർഗത്തിലാണ്. അവസാന കാലഘട്ടത്തിൽ ആ മനുഷ്യൻ പള്ളിയിലേക്ക് വരിക എന്ന് പറയുന്നത് അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. എട്ടാമത്തെ അടയാളം എന്തെന്നാൽ മനുഷ്യത്വ ദീനിൻ്റെ ഷിയാറുകളോട് ഒരു സ്നേഹം. മക്ബറ കാണുമ്പോൾ, സിയാറത്ത് കേന്ദ്രങ്ങൾ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹാന്മാരെ കാണുമ്പോൾ, ഹറം കാണുമ്പോൾ, മസ്ജിദ് കാണുമ്പോൾ, മക്ക കാണുമ്പോൾ വല്ലാത്തൊരു ബഹുമാനം. അമ്പിയാക്കളോട് പ്രത്യേക താല്പര്യം. ഇബ്രാഹിം നബിയെ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെയുള്ള ആളുകളാണോ നിങ്ങൾ? ഇവരും സ്വർഗത്തിലാണ്. ഒമ്പതാമത്തെ അടയാളം അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നവർ. റഹ്മത്തിൻ്റെ ഉടമയായ കാരുണ്യക്കടലായ അള്ളാഹുവിനെയാണോ നിങ്ങൾക്കിഷ്ടം? അങ്ങനെ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകും. ഇങ്ങനെ ചിന്തിക്കുന്നവർ നാളെ നിങ്ങൾ സ്വർഗത്തിൽ പോകും ഇൻഷാ അള്ളാഹ്. ഒരു അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ. മരണസമയത്ത് കലിമ ചൊല്ലാനും അള്ളാഹുവിനോട് കലാമിനോട് ഒരുപാട് ഇഷ്ടം തോന്നാനും അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കാര്യത്തിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.